ഹലോ എവ്രി വൺ, വെൽക്കം ടു പച്ചവെള്ളം എഡ്യൂക്കേഷൻ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് UGC NTA നെറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള പേപ്പർ വണ്ണിലെ വൺ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും വരുന്ന അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ആളുകൾക്ക് ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ഷുവറായിട്ടും 5 ക്വസ്റ്റ്യൻ എല്ലാ ടേമിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല അല്ലേ. അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഈ കഴിഞ്ഞ ടേമുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡിങ് അതിൻ്റെ കോൺസെപ്റ്റ് കൂടി പറഞ്ഞു പോകുന്ന ഒരു സെഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടി മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ടീച്ചിങ് ടെക്നോളജിയാണ്. ടീച്ചിങ് ടെക്നോളജിയും അതിൻ്റെ ഡെഫിനിഷൻസും കറസ്പോണ്ടിങ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ്ലി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്ന മെജോറിറ്റി ഓഫ് കോൺസെപ്റ്റുകളും അങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ പൊതുവെ ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സെറ്റ് ഓഫ് തിയറീസുകളുണ്ട് അല്ലെ. ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് അറിയുന്ന കുറേ ടേംസുകളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് എപ്പോഴും എക്സാമിൽ ചോദിക്കണം എന്നില്ല. സിലബസിൽ എക്സ്പ്ലിസിറ്റ്ലി പറയാത്തതായിട്ടുള്ള എന്നാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള ഏരിയാസും നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ടീച്ചിങ് ടെക്നോളജിയും അതിൻ്റെ ഡെഫിനിഷൻസും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നമുക്ക് ഓരോ ടെക്നോളജീസും എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ആൻസറിലോട്ട് പോവാം അല്ലേ. ആദ്യത്തെ ടെക്നോളജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ്. എന്താണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ. നാഷണൽ ലെവലിൽ എങ്ങനെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാം, ഒരു നാഷണൽ ലെവലിൽ എങ്ങനെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവിടുത്തെ സിറ്റിസൻസിന് എഡ്യൂക്കേഷൻ എങ്ങനെ അവർക്ക് പ്രാവർത്തികമായിട്ട് കൊടുക്കാം, ആ എഡ്യൂക്കേഷൻ കൊണ്ട് അവർക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ അവർക്കൊരു അവരുടെ ഒരു ലൈവ്ലിഹുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു എഡ്യൂക്കേഷനെ പ്ലാൻ ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ലെവൽ. ഈ ഒരു ടേംസുകളാണ് നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളിൽ നിന്നും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ആ ഒരു കീ വേർഡ്സുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നോക്കാം, നാഷണൽ ലെവലിലാണ് ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് നോക്കൂ, എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അതായത് ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ കുട്ടികൾക്ക് എങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. ആ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് കുട്ടികളിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുന്നത് അല്ലേ, അതിനെയാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ടീച്ചിങ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ കൊളാബറേഷൻ ഉണ്ട്, കുട്ടികൾ തമ്മിൽ ടീച്ചേഴ്സുകൾ തമ്മിൽ എന്താണ് അവിടെ ഒരു കണ്ടിന്യൂസ് കൊളാബറേഷൻ ഉണ്ട്. അതായത് ട്രഡീഷണൽ ടീച്ചിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ടീച്ചിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. കാരണം എന്താ, ഓരോ കുട്ടികളും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഓരോ കുട്ടികൾക്കും ഓരോ ലേണിംഗ് കാപ്പബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കാര്യങ്ങൾ, ചിലർക്ക് കുറച്ച് സമയമെടുക്കും അല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും ചിലർക്ക് തിയറി ആയിരിക്കും കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ടാവുക, ചിലർക്ക് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അങ്ങനെ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മോഡേൺ ടീച്ചിങ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ. മോഡേൺ ടീച്ചിങ് സ്ട്രാറ്റജി ഒക്കെ എൻഷുർ ചെയ്യുന്ന എന്താണ്, ഓരോ കുട്ടികളും അവരുടെ കാപ്പബിലിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോ കുട്ടികളും ഓരോ ഇൻഡിവിജ്വൽസ് ആണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഇവിടെ നോക്കൂ, ഒരു ഫിക്സ്ഡ് ടൈമാണ് എല്ലാ ലേണേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പഠിക്കുന്ന കുട്ടികൾക്കും ഒരൊറ്റ ഈ ഒരു ഫിക്സ്ഡ് ടൈമിൽ നിങ്ങൾ ഇത്രയും പോർഷൻസ് പഠിക്കണം അല്ലേ. അവിടെ ഒരു സ്ട്രിക്റ്റ് മാനർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ടീം ടീച്ചിങ്ങിൻ്റെ അകത്ത് വരുന്ന സമയത്ത് അവിടെ എന്താ, മോഡേൺ ടീച്ചിങ് ആണ്, അവിടെ കൊളാബറേഷൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ
ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് നോക്കൂ നിങ്ങൾ. എ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ടെക്നോളജി അല്ലേ? നമ്മൾ പറഞ്ഞു ഗോൾസ് ആർ ഡിസൈഡഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നീഡ്സ് ഓഫ് നേഷൻ. ഒരു നേഷണൽ ലെവലിൽ എങ്ങനെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാം എന്നുള്ളതിനാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഫീഡ്ബാക്ക് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ലോക്കൽ ലെവൽ, ദാറ്റ് ഇസ് ടേംഡ് ആസ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. അതായത് ഒരു ക്ലാസ് റൂമിലൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അവരിൽ നിന്നും ലോക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ടീം ടീച്ചിങ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ മോഡേൺ ടീച്ചിങ് ടെക്നോളജി. ഇനി ഇവിടെ നോക്കൂ, ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അവിടെ കുട്ടികൾ തമ്മിൽ ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നോക്കുന്നില്ല. അതെന്താണ്? ട്രഡീഷണൽ ടീച്ചിങ് ടെക്നോളജി ആണെന്നും മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് റിലേറ്റഡ് ടു ബ്ലൂംസ് ടാക്സോണമി. പ്രത്യേകിച്ച് 2025 ഒരുപാട് ടേമിൽ ബ്ലൂംസ് ടാക്സോണമി കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ ടേമിൽ ഇപ്പോൾ 2019 ആ ഒരു സമയത്തൊന്നും ബ്ലൂംസ് ടാക്സോണമീൻ്റെ ക്വസ്റ്റ്യൻസ് അധികമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ വരുന്നുണ്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ബ്ലൂംസ് ടാക്സോണമി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ എന്താണ് ബ്ലൂംസ് ടാക്സോണമി? ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? നോക്കൂ നിങ്ങൾ, ബെഞ്ചമിൻ ബ്ലൂം ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്താണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്? അതായത് ഇപ്പം നമ്മൾ ഒരു പാഠപുസ്തകം പഠിക്കുകയാണ്, എന്ത് പഠിക്കുകയാണെങ്കിലും അതിനൊക്കെ എന്താണ്, ഒരു എയിം ഉണ്ട് അല്ലേ? അതായത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യാണ് ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ പഠിക്കുന്നു, മാത്സ് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ഓരോന്നും പഠിക്കുന്നതിനും എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മൾ ഓരോന്നും പഠിക്കുന്നതിനും ബിഹൈൻഡ് ഒരു റീസൺ ഉണ്ട്. അങ്ങനെ ഓരോ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് എക്സാമിന് എപ്പോഴും വരുന്ന ഏരിയ ആണ് ഇത്. അതായത് ഈ ബ്ലൂംസ് ടാക്സോണമിൻ്റെ അകത്ത് 3 ഡൊമൈൻസുകളാണ് ഉള്ളത്. അതായത് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ബ്ലൂംസ് ടാക്സോണമിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കോഗ്നിറ്റീവ് ഡൊമൈൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് ആണ് പിന്നെ അഫക്റ്റീവ് ഡൊമൈനും അതുപോലെ സൈക്കോമോട്ടോർ ഡൊമൈനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളല്ല, ബെഞ്ചമിൻ ബ്ലൂം. ഓക്കെ, സോ ഈ ഒരു ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഓരോ ഫേസസും ഫ്രം ഹയസ്റ്റ് ലോവസ്റ്റ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈനും അതുപോലെ തന്നെ സൈക്കോമോട്ടോർ ഡൊമൈനിലും നോക്കി വെക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ നിങ്ങൾ, കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഓരോ ഫേസുകളാണ്. ഓരോ ഫേസുകൾ ഫ്രം ഹയസ്റ്റ് ലോവസ്റ്റ്. ഈ ഹയസ്റ്റ് ലോവസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് എക്സാമിന് ക്രോണോളജിക്കലി ഫ്രം ഹയസ്റ്റ് ലോവസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, സീക്വൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതിൽ നിന്ന് കണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. സോ ഇവിടെ നോക്കൂ നിങ്ങൾ, ഹയസ്റ്റ് ലോവസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഏറ്റവും ഹയർ ആയിട്ട് വരുന്നതിൽ നിന്നും ഏറ്റവും ലോവസ്റ്റിലോട്ടാണ് ഈ ഒരു ഫേസുകൾ ഇവിടെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു മെൻ്റൽ സ്ട്രെങ്ത്, നമ്മൾ ബ്രെയിനുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെയാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ അകത്ത് വരുന്നത് നോക്കൂ നിങ്ങൾ, ആദ്യം നമ്മളൊരു കാര്യം എന്ത് ചെയ്തു, റിമെമ്പർ ചെയ്ത് വെക്കുകയാണ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, അത് മനസ്സിലാക്കി വെച്ചു, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്ത് വെച്ചു. ലേറ്റർ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ബേസ്ഡ് ഓൺ ദാറ്റ് പുതിയ ഒബ്ജക്റ്റീവ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റണം. ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ അകത്ത് വരുന്നത്. ഇനി അഫക്റ്റീവ് ഡൊമൈൻ്റെ അകത്ത് വരുന്നത് നോക്കൂ നിങ്ങൾ, ആദ്യം വരുന്നതാണ് റിസീവിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ഹോണസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സത്യസന്ധതയെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യം അതിൽ വരുന്ന ഒബ്ജക്റ്റീവ് അല്ലെ, ആദ്യം വരുന്ന
വരുന്ന ഫേസ് എന്ന് പറയുന്നത് റിസീവിംഗ് ആണ്. എന്തുകൊണ്ടായിരിക്കും റിസീവിംഗ് അഫക്റ്റീവ് ഡൊമൈനിൽ ഫസ്റ്റിൽ വരാൻ കാരണം? നോക്കൂ, ഇപ്പം നമ്മൾ കുട്ടികളോട് ഹോണസ്റ്റി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം കുട്ടികൾ ആ ഒരു ഹോണസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ടീച്ചർ എന്താണോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അത് റിസീവ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കുട്ടികളിൽ ഉണ്ടാവണം എന്നാണ് ഫസ്റ്റ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്, അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് റെസ്പോണ്ടിങ്. അതായത് ഇതിനനുസരിച്ച് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ദെൻ ഇപ്പോൾ ഓണസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ എന്ത് റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇതൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. സോ ഈ ഒരു ഓർഡർ ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. സൈക്കോമോട്ടോർ ഡൊമൈൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കോഗ്നേറ്റീവ് ഡൊമൈനിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു, അഫക്റ്റീവ് ഡൊമൈനിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ ഉൾക്കൊള്ളുകൊണ്ട് പഠിച്ചു, അല്ലേ? ഇനി സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാർ ഓടിക്കാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. നിങ്ങൾ കുറേ തിയറി പഠിച്ചു, കാറിൻ്റെ പാർട്സുകൾ പഠിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങളത് പ്രാക്ടിക്കലി അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസിലാണ് സൈക്കോ മോട്ടോർ ഡൊമൈനിൽ വരുന്നത്. അത് നിങ്ങൾ പ്രാക്ടിക്കലി അത് ചെയ്തിട്ട് വേണം ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ വരുന്ന ഫേസുകൾ ഫ്രം ഹയസ്റ്റ് ലോവസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇമിറ്റേഷൻ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം, മാനിപ്പുലേഷൻ, അത് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. പ്രിസിഷൻ, നിങ്ങൾക്ക് നല്ല അക്യുറസിയോട് കൂടിയിട്ട്, നല്ല കൃത്യതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. എന്നിട്ട് ആർട്ടിക്കുലേഷൻ, അല്ലേ? ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് വേറൊരാളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും കൂടി കഴിയണം. അതുപോലെ നാച്ചുറലൈസേഷൻ. എന്താണ് നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കൂ നിങ്ങൾ, ഇപ്പം നമ്മൾ കുട്ടികൾക്ക്, ഇപ്പം ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഇപ്പോൾ ടീച്ചർ പോയിട്ട് ബോർഡിൽ പോയിട്ട് എ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതുന്നു. അതായത് രണ്ട് സ്ലാൻഡിങ് ലൈനും അതിൻ്റെ നടുക്ക് ഒരു ഹോറിസോണ്ടൽ ലൈനാണെന്ന് വിചാരിക്കുക, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും ആദ്യം. അപ്പം എന്ത് ചെയ്യും, കുട്ടികൾ ആദ്യം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും, അല്ലേ? അതുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് മാനിപ്പുലേഷൻ, കുറേ ചേഞ്ചസുകളൊക്കെ വരുത്തും. പിന്നെ പ്രിസിഷനിലോട്ട് പോവാണ്. അതായത് ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ നോക്കുന്നു. പിന്നീട് വരുന്ന നാച്ചുറലൈസേഷനിൽ എന്താ സംഭവിക്കുന്നത്, പിന്നീട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എ എന്ന് പറയുമ്പോൾ അത് നാച്ചുറലായിട്ട് അവിടെ വരുന്നുണ്ട്, അല്ലേ? നാച്ചുറലായിട്ട്, കാരണം അത്രയും ഫേസിലൂടെ അത് കടന്നു പോയിട്ടാണ് അത് നാച്ചുറലി പിന്നീട് അത് വന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫേസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വരുന്ന ഇവിടെ നോക്കൂ, ഇപ്പം നമുക്ക് നൗൺ ഫോമിലും അതുപോലെ വേർബ് ഫോമിലും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇത് നിങ്ങൾ നോക്കുക. 1956 ബ്ലൂംസ് ടാക്സോണമിയിൽ വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു ആദ്യം നോളജ്, ദെൻ കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഈ ഒരു ഫേസുകൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പം നൗൺ ഫോമിലായിരുന്നു 1956 അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2001 വന്ന സമയത്ത് അത് ഒന്നുമില്ല, ഒരു വേർബ് ഫോമിലോട്ടാണ് അത് പിന്നെ മാറി ഡിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ 2001 വരുന്ന സമയത്ത് ഓരോ ഫേസുകളുടെയും ആ ഒരു ചേഞ്ച് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോളജ് എന്നുള്ളത് എന്തായി മാറി, റിമെമ്പർ എന്നുള്ളതായി മാറി. കോംപ്രഹെൻഷൻ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ആയി മാറി. ആപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈ ആയിട്ട് മാറി. അനാലിസിസ് എന്നുള്ളത് അനാലിസിസ് തന്നെയാണ്. പ്ലസ് ഈ ഇവാലുവേഷനും സിന്തസിസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഡൊമൈനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഇതും നിങ്ങൾ നോക്കി വെക്കാം. അതായത് നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഏത് നോൺ ഫോമിലോ അല്ലെങ്കിൽ വേർബ് ഫോമിലോ നമുക്ക് തരാറുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ നോൺ ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേഷനും സിന്തസിസും ഇത്രയും ഫേസുകൾ വരാം. വേർബ് ഫോമിലാണ് അവർ തരുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും ഫേസസും ചോദിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കോൺസെപ്റ്റിലോട്ട് പോവാണ്. അതുപോലെ നമ്മൾ സൈക്കോമോട്ടോർ ഡൊമൈനിൻ്റെ കേസിലും ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് നാച്ചുറലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഗറിലെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എകളായിരിക്കും. അപ്പോൾ ആ ഒരു സൈക്കോമോട്ടോർ ഡൊമൈൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാലിഗ്രാഫി പല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? ഇനി നമ്മൾ നോക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ
അഫക്റ്റീവ് ഡൊമൈൻ. സോ നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയിൽ പറഞ്ഞു കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലേ. ഇനി അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. സോ എ എന്താണ് പറയുന്നത്? ഷോയിങ് സം ന്യൂ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ. ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ നമ്മൾ പറഞ്ഞില്ല, ക്യാരക്ടറൈസേഷൻ ഒക്കെ വേണം അവിടെ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഒരു കാര്യം ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കുന്നതിനെയാണ് അഫക്റ്റീവ് ഡൊമൈൻ. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി പഠിക്കുക എന്നൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് അല്ലേ. ദെൻ ആക്ടിങ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് ദ ന്യൂ വാല്യൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോണസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഹോണസ്റ്റി പിന്നീട് ആ ഒരു കുട്ടീൻ്റെ ലൈഫിൽ എന്ത് ചെയ്യുക, വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതാണ് ആക്ടിങ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് ദ ന്യൂ വാല്യൂ. എന്ത് വാല്യൂ ആണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് അതുമായിട്ട് കൺസിസ്റ്റൻ്റ്ലി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. ദെൻ ഇവിടെ നോക്കൂ, അറ്റൻഡിങ് ടു സംതിങ് ഇൻ ദ എൻവയറോൺമെന്റ് അല്ലെ. എൻവയറോൺമെന്റിൽ ഈ പഠിച്ചിട്ടുള്ള കാര്യം എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഷോയിങ് സം ഡെഫിനിറ്റ് ഇൻവോൾവ്മെന്റ് ഓർ കമ്മിറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഫേസിൽ എന്താ വരുന്നുണ്ടായിരുന്നത്, റിസീവിങ് ആണ്. കുട്ടികൾ എന്താണോ ഈ ടീച്ചർ പറയുന്നത് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് റെസ്പോണ്ടിങ് അല്ലെ. അതായത് കൊളാബറേറ്റ് ചെയ്തും ഇൻവോൾവ്മെന്റ് ആയിട്ടും വേണം ഈ ഒരു അഫക്റ്റീവ് ഡൊമൈനിൽ ടീച്ചിങ് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എല്ലാതും എന്താണ്, ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഫക്റ്റീവ് ഡൊമൈൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, അറേഞ്ച് ദ ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഫ്രം ഹയർ ഓർഡർ ഇൻ ദ കോഗ്നിറ്റീവ് ഡൊമൈൻ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കോഗ്നിറ്റീവ് ഡൊമൈനിൽ ലോവർ ടു ഹയറിലാണ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോവർ ടു ഹയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കിടക്കുന്നത്. ഇപ്പം നമുക്ക് കോഗ്നിറ്റീവ് ഡൊമൈനും അതുപോലെ എഫക്റ്റീവ് ഡൊമൈനും അതുപോലെ തന്നെ സൈക്കോമോട്ടോർ ഡൊമൈനും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ കോഗ്നിറ്റീവ് ഡൊമൈൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നോക്കൂ, ആദ്യം വരുന്ന എന്താണ്, റിമെമ്പർ ചെയ്യണം അല്ലേ. റിമെമ്പർ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, കോംപ്രഹെൻസീവ് ആയിട്ട് ഏറ്റെടുക്കണം അതിന്. നെക്സ്റ്റ് വരുന്നത് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, സോ ഇത്രയാണ് ഫ്രം ലോവസ്റ്റ് ടു ഹയർ ലെവലിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടല്ല, ഒരു കോൺസെപ്റ്റാണ് നോക്കുന്നത്, ദാറ്റ് ഈസ് മോട്ടിവേഷൻ. അപ്പം നമുക്ക് നമ്മുടെ സിലബസിലൊന്നും മോട്ടിവേഷൻ ഒന്നൊന്നും പറഞ്ഞ് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് തന്നിട്ടൊന്നും ഇല്ല. പക്ഷേ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം മോട്ടിവേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അതൊക്കെ നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നല്ലേ. പക്ഷേ നമുക്ക് തിയറി പ്രകാരം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്രകാരം നമുക്ക് 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. എന്താണ് ആക്ച്വലി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര അല്ലേ. നമ്മൾ പറയുമ്പോൾ എനിക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ താ അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതായിരിക്കും മോട്ടിവേഷൻ താ. നമ്മളൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ താ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ല അപ്പോൾ പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല, എക്സാം എഴുതാൻ മോട്ടിവേഷൻ ഇല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് റിയൽ ലൈഫിൽ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മോട്ടിവേഷൻ്റെ ഒരു ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നോക്കൂ, നിങ്ങൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇൻട്രിൻസിക് ആണ്. അതായത് ഈ ഒരു ആളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഇഷ്ടം, ഒരു ഡിസയർ കൊണ്ട് ഉണ്ടാവുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇയാൾ എന്തേ ഒരു കപ്പൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്, അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡിസയർ കൊണ്ട് അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അല്ലെ, ഇപ്പം നോക്കിപ്പോൾ ഒരു ടീച്ചിങ് തന്നെ, ഇപ്പോൾ ഒരാൾക്ക് ടീച്ചിങ് നല്ല ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ആ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അതല്ല പുറത്തുനിന്നുള്ള അതോറിറ്റീസ് എന്നുള്ള പ്രഷർ കൊണ്ട് ചെയ്യുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ. രണ്ടിലും ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് എക്സ്ട്രിൻസിക് ആവുന്ന സമയത്ത് ഇവിടെ ഇന്നറായിട്ട് അയാൾക്കൊരു തോട്ടും ഇല്ല, പക്ഷേ എന്താ ഇവിടെ മണി അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ടീച്ചിങ് ചെയ്താൽ നമുക്ക്
ക്യാഷ് കിട്ടും, റിവാർഡ്സ് കിട്ടും. അപ്പം അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള നമുക്ക് ജോലി ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് മാന്യത ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് എക്സ്റ്റേണലി വരുന്ന ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ വരുന്ന ഒരു മോട്ടിവേഷനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം നമുക്ക്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ കേസിൽ എന്താ നോക്കൂ, ദാറ്റ് ക്രംസ് ഫ്രം ഇൻസൈഡ് ദ പേഴ്സൺ, അല്ലെ, ആ പേഴ്സണിൻ്റെ ഇൻസൈഡിൽ നിന്ന് തന്നെ വരുന്നതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. ഒരു പ്രഷറോ അല്ലെങ്കിൽ അതോറിറ്റീസിൽ നിന്നുള്ള പ്രഷറോ അല്ലെങ്കിൽ ഒരു മണിയോ റിവാർഡോ ഒന്നും ലക്ഷ്യം വെച്ചിട്ടല്ലാതെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം, നമുക്കത് പേഴ്സണലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ ടീച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അവർക്ക് എന്താ അത് ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനത്തെ ഫാക്ടേഴ്സുകളൊക്കെ കൊണ്ടുവരുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ കേസിൽ ഇവിടെ നോക്കൂ, ഔട്ട്സൈഡ് റിവാർഡ്സ്, ഔട്ട്സൈഡിൽ നിന്ന് പ്രഷേഴ്സുകളൊക്കെ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മോട്ടിവേഷൻ വരുന്നതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്ത് ചെയ്യുക, ഒരു റിവാർഡ് വേണം, അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അല്ലേ, ടീച്ചറിൽ നിന്നുള്ള പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സൊസൈറ്റിയിലൊരു നിലവാരം ഒക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എക്സ്റ്റേണലി വരുന്ന ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന മോട്ടിവേഷനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം നോക്കുക, അതിൻ്റെ ഡിഫറൻസ് കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ നിങ്ങൾ. ഓക്കെ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണെങ്കിൽ ഇറ്റ് കംസ് ഫ്രം വിത്തിൻ, അല്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷെ ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് എന്ന് വരുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇൻട്രസ്റ്റ്, എൻജോയ്മെൻ്റ് ഒക്കെ കാരണം വരുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എങ്കിൽ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വരുന്നത് റിവാർഡ്സുകളോ പണിഷ്മെൻറ്റ്സുകളോ ഒക്കെ കാരണമായിരിക്കും. ഇനി ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ കേസിൽ നോക്കൂ, അതായിരിക്കും ലോങ് ലാസ്റ്റിംഗ്, അല്ലേ. അതായത് ഇപ്പം നോക്കൂ നിങ്ങൾ, ടീച്ചിങ് തന്നെ ആയിരിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്കൊക്കെ നെറ്റൊക്കെ കിട്ടി, നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സായി കോളേജിലൊക്കെ നിങ്ങൾ കയറിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ടീച്ചിങ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികളെ നേരായ വഴിയിലോട്ട് നയിക്കുക, അല്ലെ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രോം വിത്തിൻ യുവർ സെൽഫ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ടീച്ചിങ്ങിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ പൈസ കിട്ടണം, അല്ലെങ്കിൽ സാലറി ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ്, പക്ഷെ അതിനു വേണ്ടി മാത്രം പണിയെടുക്കുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ. ഇപ്പം ഇൻട്രിൻസിക് മോട്ടിവേഷൻ കാരണം കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മുടെ സിലബസിലല്ലാത്ത കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിലബസ് തീർക്കണമല്ലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ച് തീർക്കണമല്ലോ, അവർക്ക് എക്സാമിന് മാർക്ക് കിട്ടണമല്ലോ, അത് ഇത് മാത്രം പഠിപ്പിക്കുന്നതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ കേസിൽ ഒരു ഡീപ്പ് ലേണിംഗ് ഉണ്ടാവും. ടീച്ചർ ആ ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് ടീച്ചർ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇനി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു സർഫേസ് ലേണിംഗ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ. ഇനി ക്രിയേറ്റിവിറ്റി കൂടുതലാവുന്നത് ഏത് കേസിലാണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ കേസിലാണ്. കാരണം എന്താ, അവിടെ നമ്മൾ പറഞ്ഞു ഡീപ്പ് ലേണിംഗ് ഉണ്ട്, അല്ലേ. ഡീപ്പ് ലേണിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റിവിറ്റിയും കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ ഒരു സർഫേസ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ അത്രക്കും ഒരു നോളജ് ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റിവിറ്റിയും ലെസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നോക്കൂ നിങ്ങൾ. A. It is based on factors not related to the activity itself. B. It is the natural tendency to seek out personal interest. C. It is the natural tendency to conquer challenges. D. It motivates to do something when we don't need to do. എന്താണ് ഇവിടെ നോക്കൂ നിങ്ങൾ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെയായിരിക്കും വരും, അല്ലേ. നമുക്കൊരു കൺഫൈൻഡ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് ഇത് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അല്ലേ. അപ്പം നമ്മൾ നോക്കല്ലേ, ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്, അല്ലേ. ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുള്ളത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതോറിറ്റീസ് എന്നുള്ള പ്രഷേഴ്സ്,
സ്റ്റാറ്റസ്, സൊസൈറ്റിയിലുള്ള റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മണി, റിവാർഡ്, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുള്ളത്. സോ അതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ബിയും സിയും ഡി ഒക്കെ എന്താ നോക്കൂ നിങ്ങൾ. ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് നാച്ചുറൽ ടെൻഡൻസിയാണ്. നാച്ചുറൽ ആയിട്ട് വരുന്നതൊക്കെ എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് അല്ലേ? പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ സീക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് വിതിൻ വിതിൻ ദ പേഴ്സൺ ഇറ്റ് സെൽഫ് വരുന്നത് എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ചാലഞ്ചസുകൾ കൺവേ ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ട് വരുന്ന ടെൻഡൻസി ഒക്കെ എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇറ്റ് മോട്ടിവേറ്റ്സ് ടു ഡു സംതിങ് വെൻ വി ഡോണ്ട് നീഡ് ടു ഡു. നമുക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? അതും ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത നോക്കൂ, വിച്ച് ലേണിംഗ് സ്റ്റൈൽ ഇൻവോൾവ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സ്റ്റുഡൻസ് അപ്രോച്ച് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ എ വേ ദാറ്റ് ഹെൽപ്സ് ദം അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ മെറ്റീരിയൽസ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ആ ഒരു ഏരിയ നിങ്ങൾ നോക്കൂ. എന്താണ് വന്നിട്ടുള്ളത്? സ്റ്റുഡൻസ്, കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലേ? സോ ഈ ലേണിംഗ് മെറ്റീരിയൽസിൽ നിന്നുള്ള മെറ്റീരിയൽസിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആ ഒരു ലേണിംഗ് സ്റ്റൈലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈൽസുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഓരോ ലേണിംഗ് സ്റ്റൈൽസും എന്താണ് കേട്ടോ. സോ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് സർഫേസ് സ്റ്റൈൽ. എന്താണ് സർഫേസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ദേ ടെൻ ടു ഫോക്കസ് ഓൺ മെമ്മറൈസിങ്. ഇവിടെ റോട്ട് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ? വിതൗട്ട് ഡീപ്ലി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. അതായത് ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടാവും അല്ലേ? അതായത് എക്സാമിന് ജയിക്കണം, പാസ് മാർക്ക് കിട്ടണം എന്ന് കരുതി പഠിക്കുക. അതായത് ഒരു റോട്ട് ലേണിംഗ്, പെട്ടെന്ന് കാണാപാഠം പഠിക്കുക, അല്ലാതെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് മെമ്മറൈസ്, കാണാപാഠം പഠിക്കുക, ബൈഹാർട്ട് പഠിക്കുക, പെട്ടെന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ അത് മറക്കുക. ഇതാണ് സർഫേസ് സ്റ്റൈൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഇമ്പൾസീവ് സ്റ്റഡീൻ്റെ കേസിൽ എന്താ? കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് വരും അല്ലേ? ഇവിടെ നോക്കൂ, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദർ ടെൻഡൻസി ടു ജമ്പ് ഇൻ ടു ടാസ്ക് ക്വിക്ലി വിത്തൗട്ട് മച്ച് ഫോർ തോട്ട്. ഇവിടെ നോക്കൂ, ഇപ്പം നമുക്കൊക്കെ പറ്റുന്ന ഒരു കേസാണ് നെറ്റ് എക്സാം പോലത്തെ, പ്രത്യേകിച്ച് നെറ്റ് എക്സാം പോലത്തെ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലേ, നമ്മൾ ചാടിക്കയറി എന്ത് ചെയ്യും? ആൻസർ ചെയ്യും അല്ലേ? ചാടിക്കയറി നമുക്ക് പെട്ടെന്നൊരു ഓവർ മോട്ടിവേഷൻ, ഓവർ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ട് ഇതെനിക്കറിയാലോ എഴുതിയിട്ട് പെട്ടെന്ന് ലോക്ക് ചെയ്യും. എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ പെട്ടെന്ന് ആൻസർ ലോക്ക് ചെയ്യും. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്താണ് ആ ഒരു ആൻസർ റോങ് ആണ് എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലേ? സോ ഇവിടെ എന്തൂസിയാസ്റ്റിക് ആണ്, പെട്ടെന്നില്ല ആ ഒരു ഓവർ തോട്ട് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ചാടിക്കയറി ആൻസർ ചെയ്യും. അവിടെ മോസ്റ്റ് പ്രോപ്പർലി അതെന്ത് ചെയ്യും? തെറ്റാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഒരു ഓവർ തോട്ട് വരുന്നതാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള, പെട്ടെന്നുള്ള ഇമ്പൾസസ് കാരണം വരുന്നത്. ഇനി ഡീപ്പ് സ്റ്റൈലിലാണ് എന്ത് വരുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ എന്താണ് ഈ ഒരു ഇൻഫോർമേഷനിൽ ബിഹൈൻഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, എന്താണ്, നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് ഡീപ്പ് സ്റ്റൈലിൽ വരുന്നത്. അതിനെക്കാട്ടിലും കുറച്ചും കൂടി വരുന്നതാണ് എന്ത്? റിഫ്ലക്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങളിപ്പോൾ നെറ്റ് എക്സാമിന് പോലത്തെ എക്സാമുകൾ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് തരൂല്ലേ? ഇപ്പോൾ ഒരു കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം, എന്നാൽ ആ കറക്റ്റ് അല്ലാത്ത ബാക്കി 3 ഓപ്ഷനുകൾ എന്തുകൊണ്ട് കറക്റ്റ് അല്ല എന്ന് നിങ്ങൾ പഠിക്കുന്നിടത്താണ് അവിടെ റിഫ്ലക്റ്റീവ് സ്റ്റൈൽ ഓഫ് ലേണിംഗ് വരുന്നത്. അതായത് ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്, ബാക്കി 3 ഓപ്ഷൻ റോങ് ആണ്. ആ റോങ് ആയ ഓപ്ഷൻസുകൾ എന്തുകൊണ്ട് റോങ് ആയി, എന്നാൽ എന്താണ് ആ ഒരു ഓപ്ഷൻസുകളും കൂടി നിങ്ങൾ പഠിച്ചു പോവുക. അതിനെയാണ് റിഫ്ലക്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ? അവിടെ ഇൻട്രോസ്പെക്ഷൻ ഉണ്ട്, അതുപോലെ സെൽഫായിട്ട് അസസ് ചെയ്യുന്നുണ്ട് നമ്മൾ എവിടെ എത്തി, അതുപോലെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് എവിടെയാണ്, എങ്ങനെ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ലേണിംഗ് മെറ്റീരിയൽസ് പഠിക്കാം. ഇതിനെയാണ് റിഫ്ലക്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? മീനിങ് പഠിക്കാൻ വേണ്ടിയിട്ട്, മെറ്റീരിയൽസിൻ്റെ മീനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യുന്ന ലേണിംഗ് സ്റ്റൈൽ എന്താണ്? ഡീപ്പ് സ്റ്റൈലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റിഫ്ലക്റ്റീവ് സ്റ്റൈലിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് റിഫ്ലക്റ്റീവ് സ്റ്റൈൽ അല്ലേ എന്ന് തോന്നാം, പക്ഷേ റിഫ്ലക്റ്റീവ് സ്റ്റൈലിൻ്റെ അകത്ത് വരുമ്പോൾ ഒന്നും കൂടി സെൽഫ് അസസ്മെൻറ്റ് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഓപ്ഷൻസുകൾ തേടുന്നുണ്ട്. ഓക്കെ, സർഫസ് സ്റ്റൈൽ എന്ത് ചെയ്യും? ഓവറാൾ എക്സാമിൻ്റെ തലേന്ന് പഠിക്കാതെ മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് റോട്ട് ലേണിംഗ്, മെമ്മറൈസ് ചെയ്യുക, അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലൊന്നും ചിന്തിക്കുന്നില്ല. ഇമ്പൾസീവ് സ്റ്റൈൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന്
ചാടിക്കയറി പഠിക്കുക അല്ലേ, അതായത് ഒരു ഫോർത്ത് തോട്ടിൻ്റെ പ്രകാരം അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓവർ കോൺഫിഡൻസ് ഒക്കെ പ്രകാരം പഠിക്കുക അല്ലേ. അപ്പോൾ അവിടെ തെറ്റുകൾ സംഭവിക്കുക, അതിനൊക്കെയാണ് ഇമ്പൾസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സാമിന് ഇടക്കും തലക്കൊക്കെ ആയിട്ട് ഓരോ ടേമുകളിലായിട്ട് വരുന്ന ഒരു ടേമാണ് കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് എ ലെസ് എക്സ്പീരിയൻസ്ഡ് ലേണർ acquires knowledge and skills under the guidance of an expert is known as കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ്. ഇവിടെ എ ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കൂ. അതായത് ഒരു ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേണർ, ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും, ഒരു ഹൈലി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്നും സ്കിൽസ് അക്വയർ ചെയ്യുക, അയാളുടെ ഗൈഡൻസിൻ്റെ പ്രകാരം വർക്ക് ചെയ്യുക അല്ലേ. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണെന്ന് പറഞ്ഞത്, ഒരു ഹൈലി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്നും ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേണർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുക, നോളജ് അക്വയർ ചെയ്യുക, സ്കിൽസ് അക്വയർ ചെയ്യുക അണ്ടർ ഹിസ് ഗൈഡൻസ്. ഓക്കെ, ഈ കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അതിൻ്റെ ഫേസസുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് മോഡലിംഗ്, സെക്കൻഡ് വൺ കോച്ചിങ്, തേർഡ് വൺ സ്കെഫോൾഡിംഗ്, ഫോർത്ത് വൺ ആർട്ടിക്കുലേഷൻ, ഫിഫ്ത്ത് വൺ റിഫ്ലക്ഷൻ, സിക്സ്ത് വൺ എക്സ്പ്ലോറേഷൻ. സോ ഓരോന്നും എന്താന്ന് നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നോക്കൂ, നിങ്ങൾ മോഡലിംഗ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നോക്കൂ, മെൻറ്റർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ വാക്സ് ത്രൂ ദ ഇനീഷ്യൽ സ്റ്റെപ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാം, സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, മെൻറ്റർ അതായത് പഠിപ്പിക്കുന്ന ആൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഓട്ടി കാണിച്ചു കൊടുക്കും, മോഡൽ ചെയ്ത് കൊടുക്കും അല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഓട്ടുക, ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ എന്ത് ചെയ്യും, ഓട്ടി കാണിച്ചു കൊടുക്കുക. ആ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുന്നതിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇനി കോച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മെൻറ്റി അതായത് ഈ ഒരു ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേണർ എന്ത് ചെയ്യും, ഇയാളുടെ ഗൈഡൻസും ഇയാളുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. അവിടെ ഒരു കോച്ചിങ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതായത് ആദ്യം മോഡൽ ചെയ്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സൈക്കിൾ ഓട്ടേണ്ടത്. ഇനി എന്ത് ചെയ്യും, മെൻറ്റി വന്നിട്ട് എന്ത് ചെയ്തു, ഇയാളുടെ മെൻറ്ററുടെ ഗൈഡൻസ് പ്രകാരം അയാളുടെ കോച്ചിങ്ങിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യും, അത് ചെയ്ത് നോക്കുകയാണ് അല്ലേ. ഇനി സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറീസിലൊക്കെ വരുന്ന ഒരു ടേമാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. എന്ത് ചെയ്തു, ഈ മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടി കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില സമയത്ത് അത് ഫെയിലാവും, വീണ്ടും ഇമ്പ്രൂവ് ചെയ്യും, വീണ്ടും സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഈ കണ്ടിന്യൂസ്ലി ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത് വരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഫേസ് വരുന്ന സമയത്ത് ആർട്ടിക്കുലേഷൻ ആണ്. അതായത് മെൻറ്റി വെർബലൈസസ് ദ റിഫ്ലക്ഷൻ, അതായത് ഇപ്പം പഠിച്ചിട്ടുള്ള കാര്യം വേർബലൈസ് ചെയ്ത് കൊടുക്കുക, അത് മറ്റുള്ളവർക്കും വേർബലി പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് മെൻറ്റി അല്ലെങ്കിൽ ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേണർ എന്ത് ചെയ്യുന്നു, സെൽഫ് അസസ് ചെയ്യുന്നു, തൻ്റെ പെർഫോമൻസ് എത്ര വരെ ഉണ്ട്, എങ്ങനെയൊക്കെ ആയി, അതിന് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് ദ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇനി മെൻറ്റർ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളല്ലാതെ ബിയോണ്ട്ലി എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എനിക്ക് ഇതിൻ്റെ മെൻറ്റർ പഠിപ്പിച്ച് തന്ന പോലെ തന്നെ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, ഇതിൻ്റെ കൂടുതൽ പോസിബിലിറ്റീസ്, സ്കോപ്പുകൾ അനലൈസ് ചെയ്യുക, അതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ മോഡലിംഗ്, സെക്കൻഡ് വൺ കോച്ചിങ്, third one scaffolding, fourth one articulation, fifth one reflection and sixth one exploration. So cognitive apprenticeship എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു ഹൈലി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്നും ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേണർ പഠിക്കുന്നതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ.